ഹായ് ഫ്രണ്ട്സ്, എസ് എ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ബാങ്ക്, SSC, റെയിൽവേ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു കാണാറുള്ള ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി. PSC പരീക്ഷകളിലും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതത്ര എളുപ്പമുള്ളൊരു ടോപ്പിക്കൽ, കുറച്ച് ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ പലരും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് ഐഡൻറ്റിറ്റികളുണ്ട്, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇതിൽ ഒരു 70% അല്ലെങ്കിൽ ചോദിക്കാറുള്ള 70% ആൻസർ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ബൈ ഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് കൺസെപ്റ്റുകളും കുറച്ച് ഇക്വേഷൻസും, അധികം ഇക്വേഷനൊന്നുമില്ല, വിരലുണ്ടാവുന്ന കുറച്ച് ഇക്വേഷൻസും ചെറിയ കുറച്ച് കൺസെപ്റ്റുകളും മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു 3-4 പാർട്ടുകളായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ട്രിഗണോമെട്രി നമുക്ക് തുടങ്ങാം. ഇന്ന് നമുക്ക് ട്രിഗണോമെട്രി എന്താണ്, അതിലേക്ക് പോകുന്നതിന് അതിലെ സൈൻ, കോസ്, ടാൻ ഈ ടേമുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബേസ് ലെവലിൽ തന്നെ തുടങ്ങാം. അതായത് ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ബേസ് ലെവലിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ട്രയാങ്കിളിലെ ഈ ആംഗിൾ എക്സ് എന്ന് പറയുന്ന ആംഗിളാണ്. ഇതിൽ നിന്നാണ് നമ്മൾ സൈനും കോസും ടാനും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു സൈഡിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും. കാരണം ഈ എക്സിന് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡായതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് സൈഡ് എന്നും, അടുത്ത് കിടക്കുന്ന ഈ സൈഡിനെ ബേസ് അല്ലെങ്കിൽ അഡ്ജസൻ സൈഡ് എന്നും നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സമീപവശം, ഈ വലിയ സൈഡ് ഹൈപ്പോട്ടനസ്, കർണം, മലയാളത്തിൽ കർണം എന്ന് പറയും. അപ്പോൾ 3 സൈഡുകൾ, ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്, അടുത്ത് കിടക്കുന്നത് ബേസ് അല്ലെങ്കിൽ അഡ്ജസൻ സൈഡ് എന്നും പറയാറുണ്ട്. ഈ വലിയ സൈഡിനെ ഹൈപ്പോട്ടനസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സൈൻ എക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. എല്ലാം ഈ ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ടേബിൾ മാത്രം ഒന്ന് ബൈ ഹാർട്ട് അടിച്ചാൽ മതി. അതിന് മുന്നേ ഇത് എങ്ങനെ വന്നു എന്ന് നോക്കാം. സൈൻ എക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അടുത്തത് കോസ് എക്സ് ആണ്. കോസ് എക്സ് ഈസ് ഈക്വൽ ടു ബേസ് ബൈ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ അഡ്ജസൻ സൈഡ് അല്ലെങ്കിൽ സമീപവശം ഹരിക്കണം കർണമാണ് കോസ് എക്സ് എന്ന് പറയുന്നത്. ഈ ടാൻ എക്സിനെ നമ്മൾ ശരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ആണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ആണ്. ഈ വാല്യൂ നമ്മൾ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ബേസ് എന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നു. അപ്പോൾ 3 ഇക്വേഷനായി സൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തു, കോസ് എക്സ് ഡിഫൈൻ ചെയ്തു, ടാൻ എക്സ് ഡിഫൈൻ ചെയ്തു. ഇനി പ്രധാനമായ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് വെർഷൻസ്, അതായത് സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില വെർഷൻസും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് പഠിക്കണം. സൈനിൻ്റെ ഓപ്പോസിറ്റാണ് കൊസീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൈനിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ കൊസീക്ക് എക്സിനെ നമുക്ക് ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് ഡിഫൈൻ ചെയ്യാം. അടുത്തത് കോസിൻ്റെ ഓപ്പോസിറ്റാണ്. കോസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ആണ്. സീക്ക് എക്സ് വിൽ ബി ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ ബേസ് അല്ലെങ്കിൽ 1 ബൈ കോസ് എക്സ്. അടുത്തത് കോട്ടെക്സ് ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് 1 ബൈ ടാൻ എക്സ് ആണ് അല്ലെങ്കിൽ ബേസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. ബേസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ആയിരിക്കും കോട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്തു. ഇതിൻ്റെ എല്ലാം വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇതാണത്. അതായത് തീറ്റ. ഇവിടെ ആംഗിളിൻ്റെ വാല്യൂ ആണ് തീറ്റ. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ട്രിഗണോമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സപ്പോസ് ഇപ്പോൾ തീറ്റ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൈൻ സ്ക്വയർ 45 പ്ലസ് കോസ് സ്ക്വയർ 45 എന്ന് പറയുന്നത് 1 ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ചെറിയ ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ടാൻ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
നമുക്ക് ഇവിടെ സൈനും കോസും എന്ന് പറയുന്നത് നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈനും കോസും കൂടി ചേർന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് സൈൻ എക്സിനെയും കോസ് എക്സിനെയും മാറ്റാൻ പറ്റില്ല. നമ്മൾ മാറ്റാൻ പോകുന്നത് ടാൻ എക്സിനെയാണ്. ടാൻ എക്സ് എന്താണെന്ന് നമുക്കറിയാം. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ് എന്ന് പറയുന്നത്. സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്. ഇനി എന്ത് കൂടിയുണ്ട്? സൈൻ എക്സ് കൂടിയുണ്ട് പ്ലസ് കോസ് എക്സ്. നമുക്കൊന്നും കൂടി ചുരുക്കി എഴുതാം. അതായത് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും, ഡിവൈഡ് ബൈ കോസ് എക്സ് ഉണ്ട് പ്ലസ് കോസ് എക്സ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്, ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ 1 ആയതുകൊണ്ട് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണെന്ന് നമുക്കറിയാം, കോസ് സ്ക്വയർ എക്സ് ആണ്, ഡിവൈഡ് ബൈ ഇവിടെ കോസ് എക്സ് വരും, കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/1 ആയിരിക്കും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആയി മാറും. 1 ഡിവൈഡ് ബൈ കോസ് എക്സ്. 1 ബൈ കോസ് എക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സീക്ക് എക്സ് ആയിരിക്കും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത് മാത്രമാണ്, അതായത് സൈൻ എന്താണ്, കോസ് എന്താണ്, ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിനെ ഒന്ന് എടുത്തെഴുതാം. സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട്, അതായത് ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എളുപ്പത്തിന് വേണ്ടി, അതായത് നമുക്ക് രണ്ടിടത്തും സൈൻ എക്സ് കോമൺ ആയിട്ടുണ്ട്. ഇവിടെയും സൈൻ എക്സ് ഉണ്ട്, ഇവിടെയും സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൈൻ എക്സിനെ നമ്മൾ പുറത്തെടുക്കുകയാണ്, ഈ ഇക്വേഷൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് സൈൻ എക്സ് പോകുമ്പോൾ അവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത് 1 ആണ്. സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് ഇവിടെ സൈൻ എക്സ് പോകുമ്പോൾ ബാക്കിയുള്ളത് കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടേമാവും കിട്ടുന്നുണ്ടാവുക, അതായത് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ടേമാവും കിട്ടുന്നുണ്ടാവുക. ഇതെന്താണെന്ന് നമുക്കറിയാം, കാരണം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് നേരത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ ഇവിടെ നിർത്തി കോസ് സ്ക്വയർ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ഫോം ആയിരിക്കും. അതായത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? സൈൻ സ്ക്വയർ എക്സിനോട് ഈക്വലാണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സൈൻ ക്യൂബ് എക്സ് ആയിരിക്കും നമ്മുടെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, സൈൻ റേസ് ടു 4x മൈനസ് കോസ് റേസ് ടു 4x. ഈ ഒരു ഫോമിന്, അതായത് സൈൻ റേസ് ടു 4x മൈനസ് കോസ് റേസ് ടു 4xന് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുകയാണ്. അതായത് സൈൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ എല്ലാവർക്കും കണ്ട് പരിചയമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ഇത് നമുക്ക് ജസ്റ്റ് എ ആയിട്ട് എടുക്കാം, ഇത് ബി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കണ്ടുപരിചയമുള്ള ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ ഇക്വേഷനാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് എന്തിനോട് ഈക്വലാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയോട് ഈക്വലാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സും ബി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സുമാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു, ഇനി എ മൈനസ് ബി ആണ്, വീണ്ടും എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണ് മൈനസ് കോസ് സ്ക്വയർ എക്സ്.
വീണ്ടും നമ്മുടെ ഇക്വേഷൻ ഇവിടെ നമ്മൾ സഹായത്തിന് എത്തുകയാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ഈക്വലാണ്. അപ്പോൾ ഈ ടേം 1 ആയി മാറി. ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ വീണ്ടും നമുക്ക് ചെറുതായൊരു മാറ്റം വരുത്താം. ഈ വണ്ണ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. നമുക്ക് സൈൻ സ്ക്വയർ എക്സിന് വീണ്ടും നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ കണ്ടതാണ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സിനോട് ഈക്വലാണ്. സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇനി ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഈ ഒരു ഫോർമാറ്റ് നമുക്ക് വളരെ കണ്ടുപരിചയമുള്ളൊരു ഫോർമാറ്റാണ്. കാരണം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ്. ഇനി ഈ ടേം നോക്കാം. പ്ലസ് വീണ്ടും സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് ആയിരിക്കും. ഇവിടെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, വീണ്ടും ഈ ടേം 1 ആയി മാറുകയാണ്. ഇവിടെയും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇവിടെയും 1 ആയി മാറുകയാണ്. അപ്പോൾ അവസാനം വരുന്ന ടേം എന്ന് പറയുന്നത് -2 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ്. അതായത് ഈ രണ്ട് ടേമും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവ ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് 1 + 1 ആണ്. 1 + 1 = 2. 2 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ, അതായത് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 പ്ലസ് ടാൻ എക്സ് സീക്ക് എക്സ്. അപ്പോൾ വീണ്ടും നമ്മൾ ടാനിനെ മാറ്റി എഴുതുകയാണ്. ടാനിനെ സൈൻ്റെയും കോസിൻ്റെയും ഫോമിലേക്ക് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 പ്ലസ് ടാൻ എക്സിനെ നമുക്ക് മാറ്റി എഴുതാം സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു സീക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം കോസിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ സീക്ക് എക്സ് എന്ന് പറയുന്നത് 1 ബൈ കോസ് എക്സിനോട് ഈക്വൽ ആണ്. ഇനി ഇവിടെ സൈൻ സ്ക്വയർ എക്സ് വന്നു പ്ലസ് 1 പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ്. ഇതിന് നമുക്ക് ചെറുതായി ഒന്ന് മാറ്റം വരുത്താം. = സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അതായത് ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ എക്സിനെ LCM ആക്കി എടുക്കാം. കോസ് സ്ക്വയർ എക്സ് ആണ് ഇവിടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ കോസ് സ്ക്വയർ എക്സിനെ LCM ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ് സ്ക്വയർ എക്സ് അടിയിൽ വരും. ഇനി മൊത്തം കോസ് സ്ക്വയർ എക്സിനെ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ചെയ്യുമ്പോൾ ഇവിടെ കോസ് സ്ക്വയർ എക്സ് ക്യാൻസലായി പോയി. ബാക്കിയുള്ളത് സൈൻ സ്ക്വയർ എക്സ് ആണ് പ്ലസ് 1 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്, അതായത് കോസ് സ്ക്വയർ എക്സ് തന്നെയാണ്, പ്ലസ് കോസ് സ്ക്വയർ എക്സും ക്യാൻസലായി പോയി. ബാക്കിയുള്ളത് സൈൻ എക്സ് ആണ് പ്ലസ് സൈൻ എക്സ്. ഈ ഒരു ടേം കിട്ടും. വീണ്ടും നമ്മുടെ പഴയ ഇക്വേഷൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് = 1 പ്ലസ് ബാക്കിയുള്ളത് സൈൻ എക്സ് ആണ് 1 പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടിയിരിക്കുകയാണ് 1 പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം,
കോസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് മൈനസ് ടാൻ എക്സ്. അപ്പോൾ നമ്മൾ വീണ്ടും കോസ് എക്സിനെയും സൈൻ എക്സിനെയും അതേപോലെ നിർത്തിയിട്ട് ടാൻ എക്സിനെ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. ടാൻ എക്സിനെ സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് എന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കിടക്കാം. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലോട്ട്, ഈ ടേംസിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വരുന്നത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ് തന്നെയാണ്, സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ്. ഇനി മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി ഈ കോസ് സ്ക്വയർ എക്സിനെയും സൈൻ സ്ക്വയർ എക്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആയി മാറും. അപ്പോൾ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നൊരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ മേലെയുള്ള 1 മൈനസ് സൈൻ എക്സിനെയും താഴെയുള്ള 1 മൈനസ് സൈൻ എക്സിനെയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ലാസ്റ്റ് 1 ബൈ കോസ് എക്സ് ആയി മാത്രം നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 1 ബൈ കോസ് എക്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് 1 ബൈ കോസ് എക്സ് എന്താണെന്ന് നമുക്കറിയാം. 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് സീക്ക് എക്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം 4 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ്. വീണ്ടും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടാൻ എന്നുള്ള ടേംസിന്, ടാനുള്ള ടേം എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും മൈനസ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് സ്ക്വയർ എക്സിനോട് ഈക്വൽ ആയിരിക്കും ഡിവൈഡഡ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ്. ഇനി നമുക്ക് മേലത്തെ ടേമിനെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് എന്നുള്ളതിനെ നമുക്ക് LCM ആക്കി എടുക്കാം. അപ്പോൾ ബൈ കോസ് സ്ക്വയർ എക്സ് LCM ആയി വരും, അടിയിൽ വരും. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4 കോസ് സ്ക്വയർ എക്സ്. ഇനി കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആയി മാറും മൈനസ് 1, അതായത് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും മൈനസ് 1 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഈ ഒരു ടേമും കൂടി നമുക്ക് കൺസിഡർ ചെയ്യണം. കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം, അതായത് 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1, കാരണം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് 4 കോസ് സ്ക്വയർ എക്സ് ആണ്. ശ്രദ്ധിക്കേണ്ട ഭാഗം, എല്ലാവരും തെറ്റ് വരുത്തുന്നൊരു ഭാഗമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ അതായത് ഈ 1 ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് 1 ഇവിടെ വരുമ്പോൾ മൈനസ് 1 ആയിരിക്കും ഈക്വൽ ടു ഈ കോസ് സ്ക്വയർ എക്സ് ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും. അതായത് ഈ ഒരു ടേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും. ശ്രദ്ധിക്കുക, എക്സാമിൽ തെറ്റിച്ചിട്ട് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ നമ്മുടെ ഉത്തരം എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ വരുന്ന ഉത്തരം എന്ന് പറയുന്നത് മൈനസ് കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഇനി ഇവിടെ നമുക്കറിയാം 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ടേം മേലേക്ക് പോകുമ്പോൾ ഇൻറ്റു
സൈൻ സ്ക്വയർ എക്സ് ബൈ 1 ആയി മാറും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. അതായത് ഹോൾ ഡിവൈഡ് ബൈ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ആണ്. അത് മുകളിലോട്ട് പോകുമ്പോൾ ഇൻറ്റു ഓപ്പോസിറ്റായി മാറും. അതായത് 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളത് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ 1 ആയി മാറും. ഇനി നമുക്ക് നോക്കാം. 4 കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ 4 കോസ് സ്ക്വയർ എക്സ് നിന്ന് ഒരു കോസ് സ്ക്വയർ എക്സ് പോകുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3 കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും. ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. ഈ കോസ് സ്ക്വയർ എക്സും ക്യാൻസലായി പോകുന്നു. ബാക്കി കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 3 സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 3 സൈൻ സ്ക്വയർ എക്സ്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് 1 പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് എന്നാണ്. അപ്പോൾ ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും. പ്ലസ് 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് ആയിരിക്കും. ഇനി ഈ ഒരു ടേം എന്ന് പറയുന്നത്, അതായത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ, അതിനെ നമുക്ക് കോസ് സ്ക്വയർ എക്സിന് അതേപോലെ എഴുതാം. പ്ലസ് ഇതെന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന ഫോമിലായിരിക്കും. അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എ 1 ആണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു സൈൻ എക്സ്, അതായത് 2ab ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ്. ഇനി നമുക്ക് ഇവിടെ ഒരു കോസ് സ്ക്വയറും ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സും ഉണ്ട്. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് 1 ആയി മാറും. പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും 1 തന്നെയാണ്. പ്ലസ് 2 സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് എന്നുള്ളൊരു ടേമിൽ കിട്ടും. ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 2 ആണ്, 2 പ്ലസ് 2 സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫോമുലയായി മാറുകയാണ്. ഇനി നമുക്കിവിടെ 2നെ നമുക്ക് കോമൺ ആയി പുറത്തെടുക്കാം അല്ലേ. 2നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ 2 ഇൻറ്റു ഇവിടെ നിന്ന് 2 പോയി, ഇവിടെ നിന്ന് 2 പോയി. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫോമിൽ കിട്ടി. അപ്പോൾ മുകളിലും 1 പ്ലസ് സൈൻ എക്സ് ഉണ്ട്, താഴെയും 1 പ്ലസ് സൈൻ എക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് 2 ബൈ കോസ് എക്സ് ആണ്. കോസ് എക്സ്, അതായത് 1 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, സീക്ക് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഓപ്പോസിറ്റ് സീക്ക് എക്സ് ആണ്. അപ്പോൾ 2 ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് 2 സീക്ക് എക്സിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുകയാണ് 2 സീക്ക് എക്സ്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നാണ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണ്. ഹോൾ ഡിവൈഡ് ബൈ വീണ്ടും 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് മുകളിലുള്ള ടേമിനെ അതേപോലെ എഴുതാം. അതായത് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്നുള്ള ടേമിൽ തന്നെ എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ ഈ രണ്ട് വാല്യൂസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും. പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. നമുക്ക് ഈ രണ്ട് ടേമുകളെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, അത് അറിയുന്ന തന്നെയാണ് വിചാരിക്കുന്നു. അതായത് ഈ കോസ് സ്ക്വയർ എക്സും ഈ കോസ് സ്ക്വയർ എക്സിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇത് 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ 1 അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കോസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. അപ്പോൾ ഇത് പഴയ പോലെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് സംഖ്യകളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഈ വാല്യൂസിനെ. ഇത് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്
എടുത്തെഴുതാം. കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ്, ഇനി മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ്, മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് എന്നുള്ളൊരു ടേമാണ് കിട്ടുക. ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ്, 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ്. ഇനി ഇതിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്, കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയാണ്. പിന്നെ മൈനസ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ, ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. അതായത് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് കോസ് എക്സും മൈനസ് കോസ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് ബാക്കിയുള്ളത് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. അതെന്ന് പറയുന്നത് 2 കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിനോട് ഈക്വൽ ആയിരിക്കും. ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. നമുക്കറിയാം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ബാക്കി കിട്ടുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും. ഇത് കോസ് സ്ക്വയർ എക്സിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ്. ഇവിടെ നമുക്ക് 2 കോസ് ഉണ്ട്. അതായത് കോസ് സ്ക്വയറിലെ ഒരു കോസും ഈ കോസ് എക്സും ക്യാൻസൽ ആയി പോകുന്നു. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് 2 ടാൻ എക്സ് ആയി മാറും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 ടാൻ എക്സ് ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഡൗട്ട് വരികയാണെങ്കിൽ, എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇടാം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പാർട്ട് 2-ൽ കുറച്ചുകൂടി ടഫായിട്ടുള്ള ട്രിഗണോമെട്രി അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ പാർട്ട് 1-ലെ ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി പാർട്ട് 2 നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.